ഇത് ഇന്നലെ തുടങ്ങിയതാണ്. സിനിമ ഉണ്ടായ കാലം മുതലുള്ളതാണ്. വരുന്ന പെൺകൊച്ചുങ്ങളെല്ലാം പോലെ തന്റെ ഇടമായിട്ട് എനിക്ക് ദൗര്യമില്ലാന്ന് പറയുന്ന സ്വഭാവമുള്ള പെൺകുട്ടികളാകണം. സിനിമാ മുഖത്തുള്ള എല്ലാവരും കണക്കാന്ന് ആരാ ഇതൊക്കെ ഏറ്റവും വലിയ നടന്മാരുടെ കാര്യം ചേർത്ത് എനിക്കറിയാം പുറത്തു പറയാത്തതാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരാത്തത് സിനിമകളിലെ ക്ലൈമാക്സിനെയും തിരക്കഥയും ഒക്കെ വെല്ലുന്ന സംഭവങ്ങളും വിവരങ്ങളുമാണെന്നുള്ള സൂചനകൾ ചർച്ചയാകുമ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ്. രാത്രിയിൽ നടിമാരുടെ മുറിയുടെ വാതിലിൽ തട്ടുന്നു, മുകേഷിനെതിരായ ആരോപണം വീണ്ടും ചർച്ചയാക്കിക്കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ഹേമ കമ്മീഷൻ പ്രതിക്കൂട്ടിൽ മന്ത്രി KV ഗണേഷ് കുമാറും സർക്കാർ റിപ്പോർട്ട് പിടിച്ചുവെച്ചത് എന്തിന് എന്നതിന് ഉത്തരം വേണമെന്ന് പറഞ്ഞുകൊണ്ടും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനിടെ എല്ലാവരും അങ്ങനെയാണ്, മോശമാണ് എന്ന അഭിപ്രായമില്ലെന്നും മാന്യന്മാരുമുണ്ടെന്നും സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം രഹസ്യം ചോരാതിരിക്കാൻ സ്വയം ടൈപ്പ് ചെയ്തുവെന്നും പഠന വിധേയമാക്കിയത് നേരിട്ടുള്ള തെളിവുകൾ മാത്രമെന്ന് ജസ്റ്റിസ് ഹേമയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സിനിമാക്കാർ ഭയക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സഹചര്യം പറഞ്ഞത് കാര്യമില്ല. കലാകാരന്മാരും കലാകാരികളാണ് സിനിമയിലുള്ളത്. കലാഹൃദയം എന്ന് പറഞ്ഞാൽ ചില ലോലമാണ്. ആണും പെണ്ണും കണക്കാ. അതിനകത്ത് പെണ്ണുങ്ങളെല്ലാം കൂടെ ആൺപിള്ളേരൊക്കെ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് കാര്യമില്ല. പെൺപിള്ളേർ അങ്ങോട്ട് കയറി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എനിക്കറിയാമല്ലോ ഇതെല്ലാം, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് ആണിനും പെണ്ണിനും തരംതിരിച്ച് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും നല്ല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു 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 അതുപോലെ എന്തിനെങ്ങനെ പറയുന്നു, ക്യാമറാമാൻ പറഞ്ഞത് പോലും കേൾക്കേണ്ട ഗതിയാ പെണ്ണുങ്ങൾക്ക് സിനിമാ ലോകത്ത്. എന്താന്ന് വെച്ചാൽ അവൻ ഒരു ക്യാമറ ഒരു ശരിയ ക്ലിക്ക് നടത്തിയാൽ ഒരു അനക്കം വരുത്തി കഴിഞ്ഞാൽ പെണ്ണിന്റെ മേക്കൊന്നിരിക്കും സിനിമയ്ക്കകത്ത്. അതോടെ നമുക്ക് ചെറു പണി തീരും. അതുകൊണ്ട് ഈ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ നടക്കൂ. അതായത് സത്യം. ഇതെല്ലാം ഒരു കമ്മിറ്റി വെച്ച് നോക്കി എന്ന് പറഞ്ഞാൽ വെറുതെ പറയുക. ആര് നോക്കാൻ, ആര് നിൽക്കാൻ. ഇത് ഇന്നലെ തുടങ്ങിയതാണ്. സിനിമ ഉണ്ടായ കാലം മുതലുള്ളതാണ്. പിന്നെ ഇതിനെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യം. ഇപ്പൊ ഇത് മാറ്റാൻ നോക്കി ആര് മാറ്റാൻ? ആകെ ചെയ്യാവുന്ന എന്നത്തെ ഈ ചൂഷണത്തിൽ നിന്ന് ഇപ്പൊ പെൺകുഞ്ഞുങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്ന മാർഗം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അത് ഹേമയല്ല വേറെ ആരും കമ്മിറ്റി വന്നാലും കമ്മിറ്റി കൊണ്ടൊന്നും റിപ്പോർട്ടൊന്നും കാര്യമില്ലെന്ന് എന്റെ അഭിപ്രായം. സഹചര്യം ഇപ്പൊ ഇതെല്ലാം നന്നാക്കുന്നതാണ്. പുള്ളിയുടെ ഒരു സ്വതന്ത്രമായ ശൈലി പറയുന്നത് കണക്കാക്കിയാൽ മതി. അങ്ങനെ ഒന്നും നന്നാക്കി നടക്കില്ല. സിനിമ ഫീൽഡാണ്, കലാകാരന്മാരും കലാകാരികളുമാണ്. അവരെ നമ്മളെങ്ങനെ നിയന്ത്രിക്കാനാ? അപ്പൊ ഇനി എല്ലാവരെയും വർത്തമാനം കണ്ട സിനിമയിൽ മാത്രം കുഴപ്പമില്ല, നാടകത്തിൽ ഇതൊന്നുമില്ലേ? എനിക്ക് മനസ്സിലായില്ല. അതല്ല മറ്റു ജീവിതത്തിലില്ലേ, ഔദ്യോഗിക ജീവിതത്തിൽ മറ്റു മേഖലകളില്ലേ ഇത്? പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ സുഖലോലുപതയ്ക്ക് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി ശരീരം പങ്കുവയ്ക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇപ്പൊ ഇതിനകത്തെ പ്രശ്നം. അത് സമ്മതമില്ലാത്ത പെൺകുട്ടിയെ ബലമായിട്ട് പിടിച്ച് അങ്ങനെ ചെയ്യുന്ന സിനിമാ ലോകത്ത് കുറേയേറെ ഉണ്ടെന്നുള്ള സത്യമാണ്. അത് തടയാൻ എന്ത് ചെയ്യാൻ കഴിയുന്ന അങ്ങനെ തടയാൻ എന്നെ ചെയ്യാൻ പറ്റും? സിനിമ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പം ഒരു റോള് കിട്ടാൻ വേണ്ടി എന്തിനും തയ്യാറാകാം പെൺകൊച്ചുങ്ങൾ. അല്ലെങ്കിൽ വരുന്ന പെൺകൊച്ചുങ്ങളെല്ലാം പോലെ തന്റെ ഇടമായിട്ട് എനിക്ക് ദൗര്യമില്ലാന്ന് പറയുന്ന സ്വഭാവമുള്ള പെൺകുട്ടികളാകണം. അത് നടക്കുമോ? അത് നടക്കുമെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഇതാ എന്റെ അഭിപ്രായം. ഇത് ഈ സിനിമ ഫീൽഡ് മാത്രം എടുത്ത് വലിയ പ്രത്യേകം പരിശോധിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലാതെ ഏത് വലിയ മേഖല എടുത്ത് നോക്കിയാൽ ഇതൊക്കെ ഉണ്ട്. സിനിമാ മുഖത്തുള്ള എല്ലാവരും കണക്കാന്ന് ആരാ ഇതൊക്കെ ഏറ്റവും വലിയ നടന്മാരുടെ കാര്യം ചേർത്ത് എനിക്കറിയാം പുറത്ത് പറയാത്തതാണ്. അതൊക്കെ സ്ഥിരമാന്ന് ഇത് സിനിമാ ലോകത്ത് ഇതുള്ളതാ. ഇതുള്ളവർ കണക്കാന്നേ. ഇതാരാ മാന്യൻ ഇതിനകത്തുള്ളത്? എനിക്കറിയത്തില്ല. ഒരു മാന്യനില്ല. സിനിമാ നടന്മാരുടെ നടിമാരിലെ ഒരു മാന്യനെ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞു. മലയാള സിനിമയിലെ നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണുള്ളത്. രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു, വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും, പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ്, നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെക്കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണമാണ്. അത് വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുകയാണെന്ന വിമർശനവുമായി സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ്. മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായകയാണ് നേരത്തെ രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ നേരത്തെ വെളിപ്പെടുത്തിയത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ് ആരോപിച്ചിരുന്നു. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രോമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു തന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൊൽക്കത്ത സ്വദേശിയായ ടെസ്സ ആരോപിച്ചിരുന്നു. ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീ ടു ക്യാമ്പയിനിൽ
ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് അന്ന് മുകേഷിനെതിരായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. മലയാള സിനിമാ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ മന്ത്രി KV ഗണേഷ് കുമാറുമെന്നുള്ള ആരോപണങ്ങളുമായി ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇതിന്റെ സൂചനകളെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മാധ്യമങ്ങളും വാർത്തകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാ വിധത്തിലും ദ്രോഹിക്കും. പീഡനം മൂലം സിനിമ വിട്ട് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ ശ്രമിച്ച നടന് അവിടെയും വിലക്കുണ്ടായി. ടെലിവിഷൻ മിനി സ്ക്രീൻ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. KV ഗണേഷ് കുമാർ ആയിരുന്നു ആത്മ പ്രസിഡന്റ്. റിപ്പോർട്ട് പുറത്തുവരാതെ 4 വർഷം സർക്കാർ പിടിച്ചുവെച്ചത് എന്തിന് എന്നതിന് ഉത്തരം കൂടിയാണിത്. അവസരങ്ങൾക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടിന് പിന്നാലെയാണ് അതിരൂക്ഷമായ ആരോപണങ്ങളുമായി മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നിരവധി പേർ രംഗത്ത് വരുന്നത്. മലയാള സിനിമ സംവിധായകരും നടന്മാരും പ്രൊഡ്യൂസേഴ്സും അടങ്ങുന്ന ഒരു കൂട്ടം പുരുഷന്മാരുടെ ആധിപത്യത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സംവിധായകൻ വിനയനും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. പലർക്കും നേരെയും ചൂണ്ടുവിരലുമായി വിനയനും അതിശക്തമായി തന്നെ പ്രതികരിച്ചു. നടൻ തിലകന്റെ മകൻ ഷമ്മി തിലകനും കുറിക്കുകൊള്ളുന്ന പോസ്റ്റുമായി രംഗത്ത് വന്നതും ചർച്ചയാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ഏതായാലും അതിക്രമങ്ങൾക്കെതിരെ ആരും പോലീസിൽ പരാതിപ്പെട്ടില്ല. പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. പ്രസ്തുത നടിമാരെ കുടുംബങ്ങളെപ്പോലും കുറ്റക്കാർ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരി എന്ന് തോന്നുന്ന നടിമാരെ പിന്നെ സിനിമയിലേക്ക് വിളിക്കുന്നില്ല എന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായതിന് പിന്നാലെ അമ്മ സംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് സംവിധായകൻ വിനയൻ രംഗത്ത് വന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പ്രമുഖരുടെ മുഖം വികൃതമാണെന്ന് വിനയൻ കുറിച്ചു. തിലകനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് മകൻ ഷമ്മി തിലകനും രംഗത്ത് വന്നിരുന്നു. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്നാണ് തിലകന്റെ ചിത്രത്തോടൊപ്പം ഷമ്മി തിലകൻ കുറിച്ചത്. മലയാള സിനിമാ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഷമ്മി തിലകൻ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അമ്മയുടെ പല നിലപാടുകളിലും അതൃപ്തി പ്രകടിപ്പിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്ത നടനാണ് തിലകൻ. തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു. തിലകൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഷമ്മി തിലകൻ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. സംവിധായകൻ വിനയൻ പങ്കുവച്ച കുറിപ്പിലും തിലകന്റെ പേര് പരാമർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ബാക്കി പത്രമാണ് ഈ റിപ്പോർട്ട്. തിലകന്റെ വാക്കുകൾ ഓർത്തെടുത്തുകൊണ്ട് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തുന്നത്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല എന്നും മലയാള സിനിമാ രംഗത്തെ ജാതിവറിയും ഗുണ്ടായിസവും മാടമ്പിത്തരവും സമൂഹത്തോട് സധൈര്യം പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹമെന്നും കമന്റുകളുമുണ്ട്. സിനിമയ്ക്കുള്ളിലും സംഘടനയ്ക്കുള്ളിലും ഒരു മാഫിയ നിലനിൽക്കുന്നുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപേ തിലകൻ തുറന്നു പറഞ്ഞിരുന്നു. ഇതിന് കൃത്യമായി അടിവരയിടുന്നതാണ് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 2010-ലാണ് തിലകനെ സംഘടനയിൽ നിന്നും പുറത്താക്കുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അടയിരുന്നത് 5 വർഷമെന്ന വിമർശനവുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് കഴിഞ്ഞ 5 വർഷം ഈ റിപ്പോർട്ടിനുമേൽ അടയിരുന്ന സാംസ്കാരിക വകുപ്പും സർക്കാരും കൂടിയാണ്. കമ്മീഷന്റെ കണ്ടെത്തലുകളെക്കുറിച്ച് പഠിക്കാൻ മറ്റൊരു സമിതിയെ സർക്കാർ നിയോഗിച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ പുറത്തുവന്ന കാര്യങ്ങൾ കേട്ട് തന്നെ കേരളമാകെ മൂക്കത്ത് വിരൽ വയ്ക്കുമ്പോൾ സ്വകാര്യതയുടെ പേരിൽ രഹസ്യമാക്കി വച്ചിരിക്കുന്ന അറിയാക്കഥകൾ എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കുമെന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. 1 കോടിയിലേറെ രൂപ ചെലവിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച്, നഗ്നതാ പ്രദർശനം, ലൈംഗിക ചൂഷണം, സൈബർ ആക്രമണം തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. മന്ത്രിയായി 3.5 വർഷത്തിനിടയിൽ ഒരു നടിയുടെയും പരാതി തനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്.